ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എല്ലാവരുടെ വീട്ടിലും മിക്കവരുടെ വീട്ടിലും കാണുന്ന ഒരു സാധനമാണ് വാസലിൻ എന്ന് പറയുന്നത്. അപ്പോൾ വാസലിൻ കൊണ്ട് ശരിക്കും ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പറ്റും. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇനി നമ്മുടെ മുടിക്ക് എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുന്നത് എന്ന് നോക്കാം. അതായത് ചിലപ്പോൾ മുടിയുടെ അറ്റത്തൊക്കെ ഒരു സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാസലിൻ ഒന്ന് മുടിയുടെ അറ്റത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റൻസ് ഒഴിവാവാൻ നല്ലതാണ്. അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു ഗ്ലോസി ഫിനിഷും കൂടി കിട്ടും. ഇനി നമുക്ക് മുടിക്ക് മറ്റൊരു തരത്തിൽ കൂടി ഈ ഒരു വാസലിൻ ഉപയോഗിക്കാം. അതായത് നമുക്ക് മുടി വാരാൻ ഉപയോഗിക്കുന്ന കോമ്പിൻ്റെ ഒരു പല്ലുകൾക്ക് നമുക്ക് ഈ ഒരു വാസലിൻ കുറച്ച് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വാരുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ജട പിടിച്ച് കൊടുക്കുന്ന മുടിയൊക്കെ പെട്ടെന്ന് നമുക്ക് ലൂസായി കിട്ടും. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് മുടി വാരുമ്പോൾ നല്ല വേദന എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാസലിൻ തേച്ചിട്ട് ഇങ്ങനെ നമ്മൾ വാരുകയാണെങ്കിൽ നമുക്കധികം വേദന ഇല്ലാതെ തന്നെ അവരുടെ ആ ഒരു ജടയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗ്ലോസി ഫിനിഷാണ്, മുടിക്ക് നല്ല ഷൈനിങ്ങും കൂടി ഉണ്ടാവും. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഡോറോ അതുപോലെ ഫ്രിഡ്ജിൻ്റെ ഡോറോ ഒക്കെ നമുക്കിങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വാസലിൻ ഇട്ടതിന് ശേഷം ഒന്നൊരു കോട്ടൺ തുണി മറ്റോ ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വാതിലിൻ്റെ പൊടികളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ അത് പെട്ടെന്ന് പൊടി പിടിക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും. അതുമാത്രമല്ല നല്ലൊരു ഗ്ലോസി ഫിനിഷും കൂടി നമ്മുടെ ഈ വാതിലിനൊക്കെ കിട്ടും. അതുപോലെ മറ്റൊരു ടിപ്സാണ് നമ്മൾ ഈ വാസലിൻ നമ്മുടെ കുറച്ച് പഴയതുപോലെ ആയിട്ടുള്ള ബാഗുകളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് അത് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോസി ഫിനിഷും കിട്ടും, ആ ഒരു തിളക്കവും കിട്ടും. മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ബാഗിൻ്റെ സിബൊക്കെ ചിലപ്പോൾ ഒരു തുറക്കാനും അടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ആ വാസലിൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ഈസി ആയിട്ട് കിട്ടും. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് നമ്മുടെ നെറ്റിയിലും അവിടെ സ്കിന്നിനൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വാസലിൻ അപ്ലൈ ചെയ്തിട്ട് ഹെയർ ഡൈ ചെയ്യുകയാണെങ്കിൽ അത് സ്കിന്നിൽ നല്ല പ്രൊട്ടക്ഷൻ ആയിട്ട് കിടന്നോളും. അടുത്തത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അതായത് നമുക്ക് ഈ വാസലിൻ ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ടുള്ള വളകളോ അല്ലെങ്കിൽ മോതിരമൊക്കെ ഈസി ആയിട്ട് ഇടാനും ഊരാനും വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് വാസലിൻ എടുത്തിട്ട് നമ്മളെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വളയൊക്കെ ഊരിയെടുക്കാൻ പറ്റും. വള മാത്രമല്ല, ഇതേപോലെ നമുക്ക് ടൈറ്റായിട്ടുള്ള മോതിരമൊക്കെ ഇടാനും ഊരാനൊക്കെ ഈസി ആയിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാസലിൻ ചന്ദനത്തിരിയിൽ കുറച്ച് തേച്ച് വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി സമയമെടുത്തിട്ട് മാത്രമേ കത്തിത്തീരുള്ളൂ. അതായത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. മാത്രമല്ല ഒരു പ്രത്യേക സുഗന്ധം കൂടി ഉണ്ടാവും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണടക്ക് നമുക്കതിൻ്റെ ഗ്ലാസ്സിൽ ഇതേപോലെ കുറച്ച് വാസലിൻ എടുത്തിട്ട് ഒന്ന് ടിഷ്യൂ പേപ്പറോ കൊണ്ട് തുടച്ച് കളയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലീൻ വിഷൻ തന്നെ കിട്ടും. അതുപോലെ തന്നെ മിററിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി അവസാനത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വാസലിൻ ഒന്ന് ഷൂവിൽ ആക്കിയിട്ട് നമുക്കൊന്നത് ഇതേപോലെ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഷൂ വളരെ ഷൈനിങ് ആയിട്ടിരിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ പിന്നെ നമുക്കിനി ഷൂ പോളിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാസലിൻ കൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു ഉപയോഗങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.